ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജയേഷ് പൂക്കുട്ടൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയേഷ്, ഇന്നലെ ആ കപ്പ് ഉയർത്തിയത് മുതൽ ആഘോഷം അവസാനിച്ചിട്ടില്ല. ഈ നിമിഷം വരെ RCB ആരാധകരെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ് ഇന്നലെ പൂർത്തിയായത്. വിരാട് കോഹ്ലിക്ക് ആ കപ്പ് അത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് ഇന്നലെ യാഥാർത്ഥ്യമായത്. സ്വാഭാവികമായും ആ ജനങ്ങളെല്ലാവരും ഇന്ന് ആ വിക്ടറി പരേഡിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ മുന്നൊരുക്കങ്ങളിലെ പാളിച്ച അതാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത്. ഉറപ്പായിട്ടും അറിയാം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും അതിന് ഒരു കുറച്ചധികം ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. കാരണം 18 വർഷത്തെ കാത്തിരിപ്പിന് ആദ്യ സീസൺ മുതൽ വലിയ രീതിയിൽ മികച്ച ഫാൻ ബേസ് ഉള്ളൊരു സംഘം തന്നെയാണ്. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആരാധകർ പിന്തുണയുള്ള ഒരു ടീമാണ്. പ്രത്യേകിച്ച് ഒരു കിരീടം പോലും നേടാതെ 18 വർഷത്തോളം ടീമിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഘം തന്നെയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ആരാധക കൂട്ടം എന്ന് പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരാധകരുള്ളൊരു സംഘത്തിന് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 18 വർഷത്തിന് ശേഷം ലഭിച്ച ഒരു കിരീടത്തിൽ വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു ലോകത്തെമ്പാടുമുള്ള RCBയുടെ ആരാധകർ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നൊരു വിക്ടറി പരേഡ് അവർ പ്ലാൻ ചെയ്തിരുന്നതും. എന്നാൽ ഈയൊരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്കറിയാം, ബാംഗ്ലൂർ നഗരത്തിൽ അത്തരത്തിലുള്ളൊരു തുറന്ന വണ്ടിയിലുള്ളൊരു പരേഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും, ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യം അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് വിധാൻ സൗദയിൽ നിന്ന് തുറന്ന ബസ്സിൽ ടീം അംഗങ്ങൾ കിരീടവുമായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ടായി. അവിടെ വലിയ രീതിയിലുള്ളൊരു അപകടം നടന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റ് നമ്പർ 3-ലാണ്. ഗേറ്റ് നമ്പർ 3 വഴിയായിരിക്കും ടീം ബസ് അകത്തേക്ക് പോകുക എന്നുള്ളൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഗേറ്റ് നമ്പർ 3-ലേക്ക് വലിയ രീതിയിൽ ആരാധകർ ഇരച്ചെത്തിയതും അവിടെ ഒരു സ്റ്റാമ്പേഡിന് സമാനമായ രീതിയിലുള്ളൊരു അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 25-ലേറെ പേർക്ക് പരിക്കേറ്റതായും പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ത്യൻ കായിക ചരിത്രം ഈ രീതിയിൽ ആരാധകർ എത്തും എന്നുള്ളൊരു കണക്ക് കൂട്ടലിൽ പിഴച്ചു. ഇപ്പം നമ്മൾ ഇന്നലെ ഈ ഒരു RCB കപ്പ് ഉയർത്തി ആ നിമിഷം മുതൽ സമൂഹ മാധ്യമങ്ങളൊക്കെ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം RCBയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാ അക്കൗണ്ട് ക്രാഷ് ആയി എന്ന് അവർ തന്നെ വിവരങ്ങൾ നൽകുന്ന, നമ്മൾ ഈ അർജന്റീന കപ്പ് ഉയർത്തിയപ്പോൾ 5 മിനിറ്റ് കൊണ്ടായിരുന്നു 1 മില്യൺ ലൈക്കെങ്കിൽ RCBക്ക് അത് 4 മിനിറ്റ് കൊണ്ട് 1 മില്യൺ ലൈക്കാണ്. അപ്പോൾ ഇത്രയധികം ജനപ്രവാഹം അല്ലെങ്കിൽ ജനസാഗരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണുന്നതിൽ, അത്രയധികം സുരക്ഷ ഒരുക്കുന്നതിൽ, പോലീസുകാരെയൊക്കെ നിയന്ത്രണത്തിനായി പോലീസുകാരെയൊക്കെ വിന്യസിക്കുന്നതിൽ വീഴ്ച ഉണ്ടായോ? ഉറപ്പായിട്ടും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമം പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ലാത്തി ചാർജ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ ആരാധകർ പൊതിഞ്ഞുകൊണ്ട് ആ പോലീസുകാരനെ എടുത്തുയർത്തുന്ന ഒരു കാഴ്ച. അത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു, അല്ലെങ്കിൽ ആവേശത്തിലായിരുന്നു അവിടുത്തെ ആരാധകർ ഒന്നടങ്കം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെ നിയന്ത്രിക്കാൻ നമുക്കറിയാം. ഒരു ഹെലിക്യാം ഷോട്ടുണ്ട് വിധാൻ സൗദയ്ക്ക് ചുറ്റും. ആരാധകർ വലിയ രീതിയിൽ വളരെ ലോങ് റേഞ്ചിൽ നിന്നുള്ള ഷോട്ടാണെങ്കിൽ പോലും ഉറുമ്പുകൂട്ടം കണക്കിന് ആരാധകർ, ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ ആ വിധാൻ സൗദയ്ക്ക് ചുറ്റും ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഈ തരത്തിലുള്ള ആരാധകർ ഉണ്ടാകും എന്ന് ഉറപ്പായിട്ട് പോലും വലിയ രീതിയിലുള്ള വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ അവിടുത്തെ സർക്കാരിനും പോലീസിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ആ ഒരു കിരീട പ്രയാണം നീളാൻ കാരണം 10 മരണങ്ങൾ ഇപ്പോൾ തന്നെ ഏറെക്കുറെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് നിലവിലെ അവിടുത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ബംഗളൂരു നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗേറ്റ് നമ്പർ 3 വഴി ടീം പ്രവേശിക്കുമെന്നുള്ള തരത്തിലുള്ള അനൗൺസ്മെൻ്റ് അവിടെ മുഴങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന പ്രാദേശിക മാധ്യമങ്ങൾ വഴി ലഭ്യമാവുന്ന വിവരം. അത്തരത്തിലുള്ളൊരു അനൗൺസ്മെൻ്റ് ഒക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരാധകർ ഇരച്ചെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ അതും തുറന്ന ബസ്സിലായിരുന്നു. അത്തരത്തിൽ ആരാധകർ പ്രത്യേകിച്ചൊരു മുന്നറിയിപ്പും കൂടാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇരച്ചെത്തിയതാണ്. ഗേറ്റ് നമ്പർ 3-ലേക്ക് ഇരച്ചെത്തിയതാണ് വലിയ രീതിയിലുള്ള അപകടവും ഒപ്പം തന്നെ മരണസംഖ്യയും ഉയരാനുള്ള കാരണമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് ബംഗളൂരുവിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ. ശരി, ജയേഷ് പൂക്കോട്ടനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിജയാഘോഷം അതിപ്പോൾ ഒരു ദുരന്ത കാഴ്ചയായി, കണ്ണീർ കാഴ്ചയായി മാറുകയാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.